നമുക്ക് എന്തിനു വേണ്ടിയാണ് അല്ലാഹു തആല നൽകിയത്? പിശാചിന്റെ പിന്നാലെ പോകുന്നതിന് വേണ്ടിയാണോ? ദുനിയാവിന്റെ അടിമത്തത്തിന് വേണ്ടിയാണോ? നഫ്സിന്റെ ഇച്ഛകളെ, നഫ്സിന്റെ ആർത്തിയെയും അലർച്ചയെയും പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണോ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബിക്കൽ കരീം. മാനിനായ നിന്റെ റബ്ബിനെ തൊട്ട് നിന്നെ ഇത്രത്തോളം നിന്നെ വഞ്ചിതനാക്കിയ കാര്യം എന്താണ്? അല്ലാഹു തആല ചോദിക്കാം. എന്തിനാ അല്ലാഹു തആല ദുനിയാവിലേക്ക് നമ്മളെ യാത്രയാക്കിയത്? എന്തിനാ യാത്രയാക്കിയത്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് അത് നഫ്സിന്റെ ഇച്ഛകളെ പൂർത്തിയാക്കാനല്ല, പിശാചിന്റെ അടിമത്തത്തിന് വേണ്ടിയല്ല, ദുനിയാവിന്റെ പിന്നാലെ നടക്കാൻ വേണ്ടിയല്ല. അല്ലാഹു ദുനിയാവിൽ മനുഷ്യനെ കൊണ്ടുവന്നത് എന്തിനെന്നറിയുമോ? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെയും ജിന്നുകളെയും അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ആരാധന ചെയ്യാൻ വേണ്ടിയാ. അല്ലാഹുവിനെ അറിഞ്ഞ് ആരാധന ചെയ്യാനാ. നമ്മൾ അല്ലാഹുവിനെ അറിഞ്ഞോ? ദുനിയാവിനെ അറിഞ്ഞു, വസ്തുക്കളെ അറിഞ്ഞു, സ്വർണത്തെ അറിഞ്ഞു, മൊബൈലിനെ അറിഞ്ഞു, ഭൂമിയെ അറിഞ്ഞു, വീട് വെക്കാൻ അറിഞ്ഞു, ഇങ്ങനെ ദുനിയാവിന്റെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞു. പക്ഷെ അല്ലാഹുവിനെ നമ്മൾ അറിഞ്ഞിട്ടില്ല. നമുക്ക് ആകെ അറിയാത്തത് അള്ളാനെ മാത്രമേ ഉള്ളൂ. ബാക്കി എന്ത് കാര്യം ചോദിച്ചാലും നമുക്കറിയാം, നമ്മളെ റബ്ബിനെ മനസ്സിലാക്കിയിട്ടില്ല. അള്ളാനെ അറിഞ്ഞ് ആരാധിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു നമ്മളെ കൊണ്ടുവന്നത്. പക്ഷെ നമുക്ക് അള്ളാനെ മാത്രം അറിഞ്ഞൂടാ.